ഗൾഫ് വിശേഷങ്ങളുമായി വീക്കെൻഡ് അറേബ്യയുടെ പുതിയ ലക്കം. ഏവർക്കും സ്വാഗതം. തുടങ്ങിക്കുടുങ്ങിയ ഒരു യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും തടിയൂരാനുള്ള തത്രപ്പാടിലാണ് ട്രംപും അമേരിക്കയും. ഹോർമുസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി ഒരു എക്സിറ്റ് നേടുകയാണ് ലക്ഷ്യം. ഇതിനായി ഒമാനും ഇറാനും ചർച്ച നടക്കുന്നു. കാര്യങ്ങൾ കുറേയൊക്കെ പോസിറ്റീവാണ്. അതിനിടയിൽ ഹൂത്തികൾ യമനിലും സൗദിയിലും പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുന്നു. സൗദിയുടെ സുരക്ഷയ്ക്കായി തുർക്കിയും പാകിസ്ഥാനും ചേർന്ന സഖ്യവും പോയ വാരം രൂപപ്പെട്ടിട്ടുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അനാവശ്യ യുദ്ധം, അതിൽ നിന്നും ഒരു മാന്യമായ എക്സിറ്റ്, അതാണ് യാങ്കിക്ക് വേണ്ടത്. അതിനുവേണ്ടിയുള്ള പിടച്ചിലും അഭ്യർത്ഥനകളുമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. താനും അമേരിക്കയും അകപ്പെട്ട പ്രതിസന്ധിയുടെ വ്യാപ്തി വൈകിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിഞ്ഞത്. അതിന്റെ മുഴുവൻ രോഷവുമാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന് നേർക്ക് കഴിഞ്ഞ ദിവസം ട്രംപ് തീർത്തതെന്നാണ് US മാധ്യമ റിപ്പോർട്ടുകൾ. ആയുധക്ഷാമം ഉൾപ്പെടെ വിവരങ്ങൾ യഥാവിധി അറിയിച്ചില്ലെന്നാണ് ട്രംപിന്റെ രോഷകാരണം. പീറ്റ് ഹെക്സത്ത് മാത്രമല്ല പ്രതി, നെതന്യാഹുവും സൈനിസ് ലോബിയുമാണ് പിറകിൽ ചരട് വലിച്ചത്. എന്നാൽ നെതന്യാഹുവിന് വീണ്ടും ചുവപ്പ് പരവതാനി വിരിക്കുകയാണ് ട്രംപും കൂട്ടരും. മിസൈലുകൾ ഉൾപ്പെടെ ആയുധങ്ങൾ തീർന്നതാണ് ഏകപക്ഷീയ യുദ്ധവിരാമത്തിന് ട്രംപിനെ പ്രേരിപ്പിച്ചതെന്ന് ലോകത്തിന് ബോധ്യമായി. എന്നാൽ ഇവിടെയും വാർത്ത ചോർത്തിയവരോടാണ് ട്രംപിന്റെ അരിശം. ഇറാന്റെ വിലപേശൽ ശേഷി ഉയർത്താൻ വാർത്താ ചോർച്ച വഴിയൊരുക്കിയെന്നാണ് ട്രംപിന്റെ പരാതി. ട്രംപ് പതറിയിടത്തു നിന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളുടെ പ്രതീക്ഷ വളർന്നത്. ആദ്യം ഹോർമസ് തുറക്കുകയും പിന്നീട് തുടർ ചർച്ചയും. മധ്യസ്ഥ രാജ്യങ്ങളുടെ ഈ നിർദ്ദേശം ട്രംപ് സ്വീകരിച്ചതും വെറുതെയല്ല. എന്നാൽ ഇവിടെയും ട്രംപിന്റെ അമേരിക്കയ്ക്ക് റോളൊന്നുമില്ല. ഹോർമുസിൽ ചർച്ച ഇറാനും ഒമാനും തമ്മിൽ മാത്രം. കപ്പലുകളുടെ പോക്കുവരവ് സംബന്ധിച്ച റൂട്ട് മാപ്പും ഭാവി നടത്തിപ്പുമാണ് ചർച്ചാ വിഷയം. അവിടെയും ഇറാൻ വിട്ടുവീഴ്ചയ്ക്കില്ല. US ഇസ്രായേൽ കപ്പലുകൾക്കുള്ള വിലക്കിനു പുറമെ ചുങ്കമേർപ്പെടുത്തുന്ന കാര്യത്തിലും ഇറാൻ പിറകോട്ടില്ലെന്നാണ് റിപ്പോർട്ട്. ഇറാൻ ഒമാൻ ഭരണ നേതൃത്വം കരാറിന് ഉടൻ അനുമതി നൽകിയേക്കും. എന്നാൽ അത് യാങ്കിക്ക് സ്വീകാര്യമാകണമെന്നില്ല. എങ്കിലും മധ്യസ്ഥ രാജ്യങ്ങൾ പ്രതീക്ഷയിലാണ്. എന്തു വില കൊടുത്തും ഒരു യുദ്ധാറുതി അത്രമാത്രം അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാണ് ഇറാന്റെ കളികളും. നിലപാട് കടുപ്പിക്കുന്നതിനിടയിലും വിനാശകരമായ കരയുദ്ധമല്ലാതെ മുന്നിൽ മറ്റു വഴികളില്ല ട്രംപിന്. ഇതിനിടയിലും കരാർ അല്ലെങ്കിൽ സമ്പൂർണ്ണ കീഴടങ്ങൽ മാത്രമാണ് ഇറാന്റെ വഴിയും വിധിയുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ട്രംപ്. ഇറാൻ അമേരിക്ക സംഘർഷത്തിന് താൽക്കാലിക അറുതി വന്നാലും മേഖല കൂടുതൽ പ്രക്ഷുബ്ധമാവുമെന്നതാണ് സങ്കടം. ഹോർമുസിനു പുറമെ ചെങ്കടലിലെ ബാബ അൽ മന്ദബിലേക്കും സംഘർഷം വ്യാപിച്ചു കഴിഞ്ഞു. യമനിലെ ഇറാൻ അനുകൂല ഹൂത്തി വിഭാഗം സൗദി അറേബ്യൻ കപ്പലുകൾക്ക് വിലക്ക് പ്രഖ്യാപിച്ചതോടെ സ്ഥിതി കൂടുതൽ വഷളായി. സൗദിക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളും യമനിലെ ഔദ്യോഗിക സൈന്യത്തിനെതിരായ ഹൂത്തി പടയൊരുക്കവും ആശങ്കയേറ്റുന്നു. സൗദിയും തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് മക്കയിൽ പ്രതിരോധ കരാറിന് രൂപം നൽകിയിരിക്കുന്നു. ഇതും വലിയ സൂചനയാണ്. പുതിയൊരു ശാക്തിക ചേരിയുടെ കൃത്യമായ രാഷ്ട്രീയ സൈനിക സന്ദേശം. അപ്പോഴും ഒരു ചോദ്യം ബാക്കി. ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ എങ്ങനെ മറ്റു രാജ്യങ്ങൾ അതിനെ പ്രതിരോധിക്കും? ഇതിന് വ്യക്തമായ ഉത്തരം ഇനി ലഭിക്കേണ്ടതുണ്ട്. വിദേശ ശക്തികളും തദ്ദേശീയ മിലീഷ്യകളും സൃഷ്ടിച്ച മഹാവിപത്തുകളുടെ ചക്രവ്യൂഹമാണിത്. ഇതിൽ നിന്ന് പശ്ചിമേഷ്യയ്ക്ക് അടുത്തൊന്നും മോചനം ലഭിക്കാനിടയില്ല. സ്വന്തം താൽപര്യങ്ങൾക്കപ്പുറം സഞ്ചരിക്കാൻ ഇരു കൂട്ടർക്കും താൽപര്യമില്ല എന്നതാണ് പ്രശ്നം. പരിഹാര നീക്കങ്ങൾ അസാധ്യവും അനന്തവുമായി മാറുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല. കൊളോണിയൽ താൽപര്യങ്ങൾ മാത്രം സംരക്ഷിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ് അപ്പുറത്ത്. അവരോട് സമാധാന പുലരിയെക്കുറിച്ച് പേർത്തും പറയേണ്ട ഗതികേട്. അതാണ് മേഖലയിലെ രാജ്യങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു തീർക്കുന്നതും.